അനുഭവകഥ അന്നൊരു മഴക്കാലത്ത്. രചന ഇക്ബാൽ അണ്ടോണ. കണ്ണപ്പൻ കുണ്ട്. ആ പേരിന് പിന്നിലൊരു നിഗൂഢമായ ഐതിഹ്യമുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് ഒരാനയും കണ്ണപ്പൻ എന്ന പാപ്പാനും പുഴയിലെ ആഴമേറിയ ചുഴിയിലേക്ക് താഴ്ന്നുപോയെന്നും പിന്നീട് അവരെ ആരും കണ്ടിട്ടില്ലെന്നും പഴമക്കാർ പറയും. ശാന്തമായി ഒഴുകുന്ന പുഴ പെട്ടെന്ന് ക്ഷുദ്രകോപിയാകുന്നതും മലമുകളിൽ ഉരുൾപൊട്ടി മണ്ണും മരങ്ങളും ഇരച്ചെത്തുന്നതും ആ ഗ്രാമത്തിന് പുത്തരിയല്ല. പക്ഷേ 40 വർഷങ്ങൾക്കപ്പുറമുള്ള ആ നോമ്പുകാലത്തെ മഴയ്ക്ക് മരണത്തിന്റെ മണമായിരുന്നു. പഞ്ചായത്ത് റോഡില്ലാത്ത, വൈദ്യുതിയോ ഫോൺ വിളികളോ എത്താത്ത ആ കാലത്ത് പ്രകൃതിയുടെ താളത്തിനൊപ്പമായിരുന്നു ഗ്രാമത്തിന്റെ സ്പന്ദനം. അങ്ങാടിയിൽ നിന്നും വലത്തോട്ടുള്ള ഇടവഴി ചെന്ന് അവസാനിക്കുന്നത് പുഴയ്ക്ക് കുറുകെയുള്ള വീതി കുറഞ്ഞ അണക്കെട്ടിലാണ്. അണക്കെട്ടിനപ്പുറം ഒരു തെങ്ങിൻ തോപ്പും വെള്ളാരം കല്ലുകൾ നിറഞ്ഞ ചെമ്മൺ പാതയും. അതിനുമപ്പുറം പുഴയ്ക്ക് സമാന്തരമായി ഒഴുകുന്ന കൈതോട്. പുഴയും തോടും റോഡും 3 വരകൾ പോലെ ഒഴുകുന്ന ആ മനോഹര ഭൂമിയിലായിരുന്നു ഹുസൈൻ മുസ്ലിയാരുടെ കാട്ടുപുല്ലുകൾ മേഞ്ഞ മൺകട്ടയിൽ പണിത വീട്. വീടിന് തൊട്ടടുത്തായിട്ട് പള്ളിയും മദ്രസയും. ഹുസൈൻ മുസ്ലിയാർ ആ പള്ളിയിലെ മുക്രിയും അധ്യാപകനും നാട്ടുകാരുടെ പ്രിയപ്പെട്ട മുക്രിച്ചയുമാണ്. 3 ദിവസമായി മഴ തോരാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. വഴിമാറിയെത്തിയ തുലാവർഷം. റമദാനിലെ അവസാനത്തെ 10-ലെ 27-ാം രാവിന്റെ പുണ്യത്തിലേക്ക് ലോകം ഉണരാനിരിക്കെ കൂരിരുട്ടിനെ കീറിമുറിക്കുന്ന ഇടിമിന്നലുകൾക്കിടയിൽ കാറ്റിൽ നാളം ആടിയുലയുന്ന മണ്ണെണ്ണ വിളക്കിനു ചുറ്റും അവർ അത്താഴത്തിനിരുന്നു. ചീടി മെഴുകിയ തറയിൽ വിളമ്പിവെച്ച അത്താഴത്തിന് മുന്നിലിരിക്കുമ്പോഴും ആയിഷയുടെ ഉള്ളിൽ തീയായിരുന്നു. വീടിന് പിന്നിലെ പുഴയിൽ ഭ്രാന്തമായി ഉരുളുന്ന പാറക്കല്ലുകളുടെ മുഴക്കം ഹൃദയമിടിപ്പ് കൂട്ടുന്നു. മുറ്റത്ത് ചീവീടുകളും മാക്രോ തവളകളും മരണഗീതം പോലെ കൂട്ടമായി കരയുന്നുണ്ടായിരുന്നു. നമുക്ക് അക്കരയ്ക്ക് പോവാം പുതിയാപ്പിളെ, എന്നെയും മക്കളെയും കൊലയ്ക്ക് കൊടുക്കല്ലേ. ആയിഷയുടെ തേങ്ങൽ ആ കാട്ടുപുല്ല് മേഞ്ഞ് മേൽക്കൂരയിൽ തട്ടി പ്രതിധ്വനിച്ചു. പെട്ടെന്നാണ് ആ ശബ്ദം കേട്ടത്. വീടിനോട് ചേർന്ന് ചായ്ച്ചു കെട്ടിയ അടുക്കള ഭാഗം പുഴയുടെ രാക്ഷസീയമായ ഒഴുക്കിൽ ഒലിച്ചു പോകുന്നു. പിന്നെ മുസ്ലിയാർ ഒന്നും ആലോചിച്ചില്ല. മക്കളെയും ഭാര്യയെയും ചേർത്ത് പിടിച്ച് അദ്ദേഹം മുറ്റത്തേക്കിറങ്ങി. അയൽവാസി അബ്ദുള്ളക്കയുടെ ടോർച്ച് വെളിച്ചം മാത്രമായിരുന്നു ആ കൂരിരുട്ടിലെ ഏക പ്രതീക്ഷ. റോഡിലേക്ക് കാൽ വെച്ചതും റോഡിലൂടെ ശക്തമായ ഒഴുക്കോടുകൂടെ വെള്ളം വന്നതും ഒരുമിച്ചായിരുന്നു. വിധി അതിന്റെ താണ്ഡവം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. മലമുകളിൽ ഉരുൾപൊട്ടി വന്ന വെള്ളം അണക്കെട്ടിന്റെ ബണ്ടുകൾ തകർത്ത് റോഡിലേക്ക് പ്രളയമായി ഇരച്ചുകയറിയതാണ്. ഒരു നിമിഷം മുസ്ലിയാരുടെ കൈകളിൽ നിന്നും ആയിഷയുടെയും മകളുടെയും പിടിവിട്ടു. ആയിഷയുടെ "രക്ഷിക്കണേ" എന്ന ആർത്തനാദം കേൾക്കാമായിരുന്നു. തന്റെ പ്രിയപ്പെട്ടവർ കൺമുന്നിൽ ഒലിച്ചു പോകുന്നത് കണ്ട് മനോനില തെറ്റിയ മുസ്ലിയാർ ആ ഒഴുക്കിലേക്കെടുത്ത് ചാടാൻ തുനിഞ്ഞു. "എന്റെ ആയിഷയും മക്കളും ഇല്ലാത്ത ഈ ജീവിതം എനിക്കെന്തിനാ" എന്ന് അലറിക്കരഞ്ഞ അദ്ദേഹത്തെ അബ്ദുള്ളക്ക ബലമായി പിന്തിരിപ്പിച്ചു. അപ്പോഴും ഒരു കൈയിൽ പിടിവിടാതെ മകനുണ്ടായിരുന്നു. അവനെ ഒരു മുറിയിലിട്ട് പൂട്ടി ഒഴുക്കിൽപ്പെട്ടവർക്കായി ഇറങ്ങി. മിനിറ്റുകൾക്കുള്ളിൽ പ്രളയത്തിന്റെ വേഗത കുറഞ്ഞു. ടോർച്ചിന്റെ മങ്ങുന്ന വെളിച്ചത്തിൽ മരങ്ങളും പാറകളും അടിഞ്ഞുകൂടിയ ആ ശ്മശാന ഭൂമിയിൽ അവർ അലഞ്ഞു. പെട്ടെന്നാണ് ദൂരെ നിന്നും ഒരു നേർത്ത കരച്ചിൽ കേട്ടത്. ഓടിച്ചെന്ന് അവർ കണ്ടത് അത്ഭുതകരമായ ആ കാഴ്ചയായിരുന്നു. ആർത്തലച്ചു വരുന്ന വെള്ളത്തെ തടഞ്ഞു നിർത്തിയ ഒരു പപ്പായ ചെടിയിൽ ആയുസിന്റെ മുഴുവൻ ശക്തിയുമെടുത്ത് തൂങ്ങിക്കിടക്കുന്ന ആയിഷ. അവളുടെ ഒക്കത്ത് കുഞ്ഞും കാലുകളിൽ മകളുമുണ്ട്. കോരിയെടുത്ത് പള്ളിയിലേക്ക് എത്തിച്ചപ്പോഴാണ് പൂട്ടിയിട്ട മകനെ ഓർത്തത്. തിരികെ ഓടിയെത്തി അവർ കണ്ടത് കഴുത്തോളം വെള്ളം കയറിയ മുറിയിൽ ശ്വാസം കിട്ടാതെ പിടയുന്ന മകനെയാണ്. ആ കുഞ്ഞിനെയും പള്ളിയിലെ മിഹ്റാബിനടുത്ത് കിടത്തി മുസ്ലിയാർ പിടയുന്ന മനസ്സോടെ സുബഹി ബാങ്ക് കൊടുത്തു. പുറം ലോകവുമായി ബന്ധപ്പെടാൻ ഒരു വഴിയുമില്ലാത്ത ആ കറുത്ത രാത്രി ആയിഷയും മക്കളും ശ്വാസം കിട്ടാതെ പിടയുന്നു. അവരുടെ വയറ്റിൽ നിന്നും വെള്ളത്തോടൊപ്പം പൂഴിമണൽ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ബാറ്ററി അണഞ്ഞ ടോർച്ചുമായി അബ്ദുള്ളക്ക ജീവൻ പണയം വെച്ച് പുറത്തിറങ്ങി. അണക്കെട്ട് മരങ്ങൾ വന്ന് അടഞ്ഞിരിക്കുന്നു. മുകളിലൂടെ വെള്ളം കുത്തിയൊടിക്കുകയാണ്. ആ ചതിക്കുഴികൾക്ക് മുകളിലൂടെ അയാൾ പാടുപെട്ട് അക്കരെ ചെന്ന് നാട്ടുകാരെ വിവരമറിയിച്ചു. നേരം വെളുക്കുന്നതിന് മുൻപ് തന്നെ ആ നാട് മുഴുവൻ അവിടേക്ക് ഒഴുകിയെത്തി. അണക്കെട്ടിലെ പ്രതിബന്ധങ്ങൾക്കിടയിലൂടെ നാട്ടുകാർ ആ കുടുംബത്തെ അക്കരെ എത്തിച്ചു. നേരെ താമരശ്ശേരി ഗവൺമെന്റ് ആശുപത്രിയിലേക്ക്. 1.5 വയസ്സുകാരന്റെ വയറ്റിൽ നിന്നും 3 കിലോയോളം മണലാണെന്ന് പുറത്തെടുത്തത്. അന്ന് ആ ഉരുൾപൊട്ടലിൽ മണൽ വയലിൽ 4 പേരുടെ ജീവൻ പൊലിഞ്ഞിരുന്നു. പിറ്റേന്ന് കേരളത്തിലെ പ്രമുഖ പത്രങ്ങളിലെല്ലാം ഈ കുടുംബത്തിന്റെ ചിത്രം അച്ചടിച്ചു വന്നു. പപ്പായ ചെടിയിൽ തൂങ്ങി നിന്ന് മരണം ജയിച്ച ആയിഷയുടെയും മക്കളുടെയും കഥ ലോകം അത്ഭുതത്തോടെ വായിച്ചു. പിന്നീട് ഹുസൈൻ മുസ്ലിയാർ ആ ജോലി ഉപേക്ഷിച്ച് ആ കൊച്ചു വീടും സ്ഥലവും വിറ്റ് സ്വന്തം നാട്ടിലേക്ക് മടങ്ങി. ആയിഷയുടെ മനസ്സിന് വല്ലാത്തൊരു ഷോക്കായിരുന്നു ആ രാത്രി സമ്മാനിച്ചത്. പിന്നീട് ഒരിക്കൽ പോലും അവൾ ആ നാട്ടിലേക്ക് തിരികെ പോയതേയില്ല. 40 വർഷങ്ങൾക്കിപ്പുറം രോഗിയായ ആയിഷയുടെ വേർപാടിന് പിന്നാലെ ചുരുങ്ങിയ ദിനങ്ങളിൽ തന്നെ ഹുസൈൻ മുസ്ലിയാരും 6 അടി മണ്ണിലേക്ക് യാത്രയായി. ഉപ്പയുടെയും ഉമ്മയുടെയും തികട്ടി വരുന്ന ഓർമ്മകൾക്ക് മുന്നിൽ അന്ന് ശ്വാസം മുട്ടി മരണം മുന്നിൽ കണ്ട ആ 3 ബാല്യങ്ങളും ഇന്നും മുറിവുണങ്ങാത്ത ഓർമ്മകളുമായി മരണമില്ലാതെ ജീവിക്കുകയാണ്. അനുഭവകഥ അന്നൊരു മഴക്കാലത്ത്. രചന ഇക്ബാൽ അണ്ടോണ.